എവിടം വരെ ആയിട്ട് ഇതിന്റെ പ്ലാന്റ് എന്തുവരെ? പ്ലാന്റ് ഗ്രോ ചെയ്തില്ല ഇതുവരെ. കാരണം അതിന് നല്ലതായിട്ട് സൺലൈറ്റ് വേണം, അതുകൊണ്ടായിരിക്കും ഗ്രോ പോകാത്തത്. പക്ഷെ അവിടെ എനിക്കറിഞ്ഞു അതിനകത്ത് വാട്ടർ ഒഴിച്ചു കൊടുത്തോ? വെള്ളം ഒഴിച്ചു കൊടുത്തല്ലോ ദിവസം? മറന്നുപോയി. അതെന്താ? വെള്ളം ഒഴിച്ചു കൊടുത്തില്ല പിന്നെ അത് നല്ലതായിട്ട് കിളിക്കുവോ? ഇതിന്റെ പേരെന്ത്? സക്യുലൻസ്. ആരില്ല. തമ്പുരാനറിയാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ഇതിന്റെ പേരൊക്കെ അറിയാം? ഇതിന്റെ ഓരോന്നിനും പേരുണ്ടോ? ഡിഫറെന്റ് നെയിംസ് ആണോ? അതോ അതറിയില്ല, എനിക്കറിയില്ല. മമ്മി സോ ഒരു പുതിയ ഫ്ലവർ വന്നിട്ടുണ്ട് ഞങ്ങളുടെ ബാക്ക് യാർഡില്. അല്ല, പുതിയത്. അല്ല, ഒരു പുതിയ വൈറ്റ് ഫ്ലവർ. അല്ല, അതല്ല. പക്ഷെ അതാണെങ്കിൽ ഗ്രോ ചെയ്തത്. മമ്മി അന്ന് പറഞ്ഞില്ല പരിക്കണമെന്ന്. തിരിച്ചാണ് ഇത് വളർന്നു വരുന്നത്, താഴോട്ട് വരുന്ന പോലെ. നമ്മുടെ വീട്ടിലെ പൂവൊക്കെ കാണിക്കാൻ ഇതിന് നീ വെള്ളം ഒഴിച്ചോടി. പക്ഷെ ഇതിനകത്ത് ഇച്ചിരി മറന്നുപോയി, സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നു. പ്ലാന്റ് ഗ്രോ ആണെങ്കിൽ എന്തൊക്കെയാ വേണ്ടേ? വെള്ളം, സൺലൈറ്റ്, സോയില്. നീ ഒഴിച്ചോ? മറന്നുപോയി കുറച്ചത്. വേണ്ട, അതിനകത്ത് വളർന്നു വരാത്തത്. പിന്നെ ഇതുണ്ട്. നമ്മുടെ വീട്ടിലെ ഫ്ലവേഴ്സ് ഒക്കെ നമുക്ക് നോക്കാം. ഇത് പുതിയതായിട്ട് ഗ്രോ ചെയ്തു. ഒരു ടൈപ്പ് ഓഫ് സക്കുലൻസ് ഉണ്ട്. റോസ് പോലെ ഇരിക്കുക. ഓക്കെ, ഇവിടെ എങ്ങനെയുണ്ട് റോസ് പോലെ ഇരിക്കുന്ന? ഇത് ശരിക്കും വെട്ടിയിടണം തോന്നുന്നു കേട്ടോ. ഗ്രോ ചെയ്യുക തോന്നുന്നു. ടു മച്ച്. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ. അതുപോലെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നീ ഇതൊക്കെ ഫ്ലവർ വെള്ളം ഒഴിക്കണം കേട്ടോ. എന്താ വെള്ളം വരുന്നത്? എന്നാ വെള്ളം ഒഴിക്കുക? 2 minutes every day evening വെള്ളം ഒഴിക്കണം കേട്ടോ. ഓക്കെ അമ്മേ. ഇത് കണ്ടോ നമ്മുടെ നാട്ടിലെ പണ്ടെല്ലാം കിണറ്റിലൊക്കെ ഇല്ലേ നമ്മളിങ്ങനെ പിടിച്ചിങ്ങനെ ഇതുപോലത്തെ ഒരു പ്ലാന്റ് നമ്മുടെ കേരളയിലുണ്ടായിരുന്നു. ഞാൻ വെല്ലി കിണറ്റിലൊക്കെ നമ്മള് കണ്ടിട്ടുണ്ട്. വെല്ലോ? ഓ, ഇങ്ങനെ ടച്ച് ചെയ്യും. അപ്പൊ ഒരു ടാറ്റു വരും നമുക്ക്. അതായത് നമ്മളുടെ ഓൾഡ് ടാറ്റൂസ് സ്കൂളിൽ പഠിക്കുമ്പോ. അത് വരത്തില്ല, അതിപ്പോ വരത്തില്ല. അത് ഇത് കണ്ടോ? ഇതില്ല മറ്റേ നമ്മുടെ വയലിലൊക്കെ ഉള്ള ഇതുണ്ട്. ഇത് നമ്മുടെ കേരളയിലുള്ളതാ വയലിലൊക്കെ. എനിക്ക് ഇഷ്ടമല്ല. നിനക്ക് അറിയാവോ? ഫാം ചെയ്യുന്ന ആ പ്ലേസ്. എനിക്കത് ഇഷ്ടമായി ചേട്ടാ. എനിക്ക് ഈ പ്ലാന്റ് ഇച്ചിരി ഇഷ്ടമല്ല. കാരണം ആണെങ്കിൽ ഞാൻ അത് വൺസ് കാളി തൊട്ട് നമ്മുടെ അവിടുത്തെ പോലെ ഉണ്ടല്ലോ. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ ഇരിക്കുന്ന ടൈപ്പ് പോലത്തെ. അമ്മ നോക്കിയത് യൂക്ക വെച്ചുണ്ടായിരുന്നു. അത് ലാവണ്ടർ. ഇത് ലാവണ്ടർ അല്ല, അത് ഓ അല്ല, യൂക്ക വെച്ചാണെങ്കിൽ ഈ പ്ലാന്റ് ഉണ്ടായിരുന്നു വൈറ്റ് കളർ. ഓക്കെ, ഇത് ഗ്രോ ചെയ്ത് പെർഫ്യൂം ഉണ്ടാക്കുന്നത്. ഇത് ക്രിസ്മസ് ട്രീന്റെ പോലെ നിൽക്കുക. ഇന്ന് നമ്മുടെ വീട്ടിലെ ഫ്ലവേഴ്സ് ഒക്കെ കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആണ് ചെയ്തത്. നമ്മുടെ ഫ്ലവേഴ്സ് ഒക്കെ ഇത് നമ്മള് വെച്ചതും അല്ല, അവര് വെച്ച് തന്നതാണ്. പക്ഷെ നമ്മള് മേടിച്ചത് ആവശ്യം മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് ഇതൊക്കെ എടുത്തിട്ട് പുതിയ സീസൺ അനുസരിച്ചുള്ള ചെടികൾ വെക്കണം ഇതിനകത്ത്. ഇതെല്ലാം എടുത്ത് കളയണം. ഇത് ആ സീസണിൽ നമ്മൾ വന്നപ്പോ ഉള്ളതാ. ഇതെല്ലാം കഴിഞ്ഞ് ഇനി പുതിയ വെക്കണത്. അപ്പൊ ഇതായിരുന്നു ഞങ്ങളുടെ വീഡിയോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. ബൈ.